സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ട് 2 തരത്തിൽ പുട്ടുണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് പൊളിച്ച് വൃത്തിയാക്കിയെടുക്കാം. വെള്ളത്തോല് പൊളിച്ച ശേഷം ചക്കക്കുരു കഴുകി വൃത്തിയാക്കിയെടുക്കാം. ചെറുതായി മുറിച്ചാൽ പൊടിക്കാൻ എളുപ്പമാണ്. ഉണങ്ങിയ ചക്കക്കുരുവാണെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇനി മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുന്നതിന് മുമ്പ് ചക്കക്കുരുവിൽ വെള്ളമുണ്ടെങ്കിൽ തുണിയിൽ പരത്തി അതിലെ വെള്ളം തോർത്തിക്കളയണം. എന്നാൽ മാത്രമേ അരിപ്പൊടി പോലെ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടൂ. ഇത് അരിക്കേണ്ട ആവശ്യമില്ല. പൊടിയാത്ത ചക്കക്കുരു ഉണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ എടുത്തു മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് നല്ലതുപോലെ ചേർത്തെടുക്കാം. ഞാനൊരു 25 ചക്കക്കുരുവാണ് എടുത്തത്. മധുരമുള്ള പുട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഉണങ്ങിയ ചക്കക്കുരുവാണ് നല്ലത്. ഇനി പൊടിച്ചെടുത്ത ചക്കക്കുരുവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലതുപോലെ ചേർത്ത് പുട്ടുംകുറ്റിയിൽ നിറയ്ക്കാം. അരിപ്പൊടി ഇടുന്നത് പുട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് സ്വാദ് കൂടുതലായിരിക്കും. ഇനി ഒരു തേങ്ങ ചിരകി മാറ്റി വയ്ക്കാം. ഇനി അരിപ്പൊടി ഇടാതെ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് ഉപ്പിട്ട് ചേർത്തെടുക്കാം. രണ്ട് തരത്തിൽ ചുട്ടാലും ഈ പുട്ടിന് സ്വാദാണ്. പക്ഷേ അരിപ്പൊടി ഇടുമ്പോൾ പുട്ട് ഒന്നുകൂടി സോഫ്റ്റാകും. ചക്കക്കുരു എടുത്ത് ആരും ഇങ്ങനെ പുട്ട് ചുടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഞാനൊരു രസത്തിന് ചുട്ടു നോക്കിയതാണ്. അപ്പോൾ സൂപ്പറായിരുന്നു. ഇത് ഒരു മുറി തേങ്ങയിലേക്ക് കുറച്ച് ചക്കര പൊട്ടിച്ച് ചേർത്ത് കുഴച്ചെടുത്തതാണ്.
ഇനി സാധാരണ പുട്ട് ചുടുന്നത് പോലെ തേങ്ങയുടെ അടിയിലിട്ട് അതിൻ്റെ മുകളിലായി പൊടിച്ച ചക്കക്കുരുവുമിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം. പുട്ടിൻ്റെ ഇടയിൽ തേങ്ങയ്ക്ക് പകരം എന്ത് കൂട്ട് വെച്ചും പുട്ടുണ്ടാക്കാം. ആരും ഇങ്ങനെ പുട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കണം, തീർച്ചയായും. ഇനി മധുരമില്ലാത്ത പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അധികം ഉണങ്ങാത്ത ചക്കക്കുരുവാണ് നല്ലത്. ഇത് നമുക്ക് കറി കൂട്ടി കഴിക്കാനും നല്ല സ്വാദാണ്. ഇത് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയ പുട്ടാണെന്ന് ആരും പറയില്ല. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ചക്കക്കുരു കളയേണ്ട ആവശ്യമില്ല. ഇത് ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. ഇനി നോൺ വെജ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിൻ്റെ കൂട്ട് പുട്ടിനിടയിൽ വെച്ച് ഉണ്ടാക്കാം. എന്ത് കറി കൂട്ടിയും ഇത് കഴിക്കാൻ പറ്റും. ചക്കക്കുരു കൊണ്ട് ഞാൻ പല വിഭവങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം നല്ല സ്വാദായിരുന്നു. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്. ചക്കക്കുരുവിൽ തന്നെ ഒരു നനവുണ്ടാകും, അത് മാത്രം മതി. ഇനി അഥവാ ചക്കക്കുരു നല്ലതുപോലെ ഡ്രൈ ആണെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം കുടഞ്ഞു കൊടുക്കാം. 2 തരത്തിലുള്ള പുട്ടും കാണുമ്പോൾ വലിയ വ്യത്യാസമുണ്ടാവില്ല. അരിപ്പൊടി ചേർത്താൽ പക്ഷേ ഒന്ന് സോഫ്റ്റായി കിട്ടും. ചിലർക്ക് ചക്കക്കുരുവിൻ്റെ സ്വാദ് ഇഷ്ടമാവില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ അരിപ്പൊടി കുറച്ചുകൂടി നല്ലതുപോലെ ചേർത്താൽ മതി. ചക്കക്കുരുവിൻ്റെ ഗുണം അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ പല പരീക്ഷണവും നടത്താൻ തുടങ്ങിയത്. എല്ലാം വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു.
ഇനി നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചക്കക്കുരു വലിച്ചെറിയാതെ എല്ലാവരും ഇതുപോലെ പല രീതിയിലും ഓരോന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കും. ഇതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ്. ആദ്യം ഞങ്ങളും ചക്കക്കുരു കളയാറാണ് പതിവ്. ഇപ്പോൾ കളയാറില്ല. ഈ കഷ്ണം അരിപ്പൊടി ഇടാതെ ഉണ്ടാക്കിയതാണ്. ഇത് അരിപ്പൊടി ഇട്ട് ഉണ്ടാക്കിയത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.